വിശുദ്ധ ആഗ്നസിൻ്റെ ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇന്നത്തെ സുവിശേഷ ഭാഗം വളരെ അർത്ഥവത്തായിട്ട് നമുക്ക് തോന്നും. സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഇന്ന് ഈശോ പറയുന്ന ഈശോയുടെ വചനത്തോട് ചേർത്ത് വെച്ച് വിശ്വാസത്തിന് വേണ്ടി ജീവൻ അർപ്പിച്ച ഒരു വിശുദ്ധിയുടെ തിരുനാളാണ് നമ്മളിന്ന് ആഘോഷിക്കുന്നത്. വിശ്വാസത്തിന് വേണ്ടി തൻ്റെ ജീവൻ കളഞ്ഞുകൊണ്ട് ക്രിസ്തുവിനെ പൂർണ്ണമായിട്ട് സ്നേഹിച്ചുകൊണ്ട് ക്രിസ്തുവിൽ തൻ്റെ ജീവിതം പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് തൻ്റെ ജീവിത വിശുദ്ധി കാത്തു സൂക്ഷിച്ച ഒരു വിശുദ്ധ. ഇന്ന് ഈ തിരുനാളിൽ പങ്കെടുക്കുമ്പോൾ നമ്മളോട് ചോദിക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്തേണ്ടതായിട്ട് ചില സന്ദേശങ്ങൾ ഉണ്ട്. വിശുദ്ധ ആഗ്നസ് നമ്മുടെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചെന്ന ചില സന്ദേശങ്ങൾ. ഒന്നാമത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ എന്ത് വില കൊടുത്തുകൊണ്ടും വിശ്വാസത്തെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും പ്രതിസന്ധി നേരിടുന്നതും അതുതന്നെയാണ്. വിശ്വാസം കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള ഒരു വെല്ലുവിളി നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഓരോരുത്തരും ജീവിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ജീവിക്കുമ്പോഴും ആ വെല്ലുവിളികളെ തരണം ചെയ്തുകൊണ്ട് പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് വിശുദ്ധ ആഗ്നസിനെ പോലെ വിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് എനിക്കെല്ലാം ക്രിസ്തുവാണ്, എനിക്കെല്ലാം ദൈവമാണ്, ദൈവം എന്ത് പ്രശ്നം വന്നാലും ദൈവം നടത്തിക്കൊള്ളും എന്നുള്ള പൂർണ്ണമായ ബോധ്യത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ പെരുന്നാൾ നമ്മൾ കൊണ്ടാടുന്നതിൽ പൂർണ്ണമായിട്ടൊരു അർത്ഥം കണ്ടെത്താനായിട്ട് നമുക്ക് സാധിക്കും. ഈശോ പറയുന്നതോടെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിനെന്ന് നമ്മളോട് ഓരോരുത്തരോടും ഇന്നും ഈശോ പറയുന്നതാണ്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. സ്നേഹവും കരുണയും ഐക്യവും എല്ലാം ഒന്നിച്ചെന്നെങ്കിൽ മാത്രമേ വിശ്വാസം നമുക്ക് സാക്ഷ്യം കൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കുടുംബത്തെ സംബന്ധിച്ച് പരസ്പരം സ്നേഹവും ഐക്യവും ഉണ്ടെങ്കിൽ മാത്രമേ ആ കുടുംബം സ്ഥിതി ചെയ്യുന്ന ആ കുടുംബം നിലനിൽക്കുന്ന ചുറ്റുപാടിൽ വലിയൊരു സാക്ഷ്യം കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ. ഒരു ഇടവകയിലെ എല്ലാ അംഗങ്ങളും സ്നേഹത്തിലും ഐക്യത്തിലും വിശ്വാസത്തിലും ഒരുപോലെ മുൻപോട്ട് പോകുമ്പോൾ മാത്രമാണ് ആ ചുറ്റുപാടിലുള്ള മറ്റു ആൾക്കാർക്ക് ആ ഇടവക സമൂഹം വലിയൊരു സാക്ഷ്യമായിട്ട് മാറുന്നത്. ഈ ഒരു സാക്ഷ്യം കൊടുക്കാനായിട്ടാണ് ഈശോ നമ്മളോട് ഇന്ന് ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ എന്ന്. നമുക്കറിയാം, ക്രിസ്തുമസൊക്കെ നമ്മൾ കഴിഞ്ഞതേ ഉള്ളൂ. ക്രിസ്തുമസൊക്കെ നമ്മൾ കൊണ്ടാടി. ക്രിസ്തുമസിന് ഡിസംബർ 1 മുതൽ നമ്മൾ വീടുകളിലൊക്കെ സ്റ്റാർ തൂക്കും, ക്രിസ്മസ് നക്ഷത്രം തൂക്കും. ഈ ക്രിസ്മസ് നക്ഷത്രത്തിൻ്റെ പ്രത്യേകതയുണ്ട്. എന്താണെന്ന് പറയാമോ? അതിൻ്റെ എല്ലാ കാലുകളും ചേർന്നിരുന്ന് ഒരുപോലെ ഇരുന്ന് അതിലേക്ക് പ്രകാശം ഇറക്കുമ്പോഴാണ് ക്രിസ്മസ് നക്ഷത്രം അല്ലെ സ്റ്റാർ പൂർണ്ണമായിട്ട് നമുക്ക് അതിൻ്റെ ഭംഗി ആസ്വദിക്കാൻ സാധിക്കുന്നത്. ഏതെങ്കിലും ഒരു കാല് വിട്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ പശ ശരിക്കും ഒട്ടാതെ ഇരുന്നാൽ അത് വിട്ടുപോവുകയാണെങ്കിൽ അതിൻ്റെ ഭംഗി പൂർണ്ണമായിട്ട് നമുക്ക് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. ഒരു ഇടവക സമൂഹവും നമ്മുടെ കുടുംബങ്ങളുമൊക്കെ ഒരു ക്രിസ്മസ് നക്ഷത്രത്തിന് സമാനമായ ഒരു ഇതിലേക്ക് കടന്നു വരേണ്ടത് വളരെ അനിവാര്യമാണ്. നമ്മളെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് പൂർണ്ണമായ മനസ്സോടും പൂർണ്ണമായ ഐക്യത്തോടും കൂടി നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോഴാണ് ആ പ്രാർത്ഥനയ്ക്ക് വിലയുണ്ടാകുന്നത്. പ്രിയപ്പെട്ടവരെ, ഇതുതന്നെയാണ് ഈശോ നമ്മളോട് ഇന്നും ആഹ്വാനം ചെയ്യുന്നത്. നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവേനെന്ന്. ഇന്നലെ നമ്മളെ വലിയൊരു പ്രദക്ഷിണമൊക്കെ നടത്തി ഈ ദേശത്തിന് വലിയൊരു സാക്ഷ്യം കൊടുത്തു. ആ സാക്ഷ്യം ഇന്നലത്തെ പ്രദക്ഷിണത്തോടെ മാത്രം നിൽക്കരുത്, മറിച്ച് തുടർന്ന് നമ്മുടെ ജീവിതത്തിൽ മുഴുവൻ നിലനിൽക്കണം. ഈ ഇടവക സമൂഹം എന്നുവരെ ഉണ്ടോ ആ കാലഘട്ടം അത്രയും ഈ ഇടവക സമൂഹത്തിലൂടെ മറ്റുള്ളവർക്ക് ക്രിസ്തുവിൻ്റെ വലിയൊരു സാക്ഷ്യം കാണുവാനായിട്ട്, ക്രിസ്തുവിൻ്റെ സ്നേഹം അനുഭവിക്കുവാനായിട്ട് സാധിക്കണം. ഇടവക സമൂഹത്തിൽ കടന്നു വന്നുകൊണ്ട് ഇവിടുത്തെ പ്രാർത്ഥനയിലും കുർബാനയിലും പങ്കെടുത്തിട്ട് തിരിച്ച് വീടുകളിലേക്ക് ചെല്ലുമ്പോൾ അതേ പ്രകാശവും അതേ സ്നേഹവും അതേ ചൈതന്യവും നമ്മളിൽ നിലനിൽക്കണം. കുടുംബം മുഴുവൻ നിറഞ്ഞ് ആ കുടുംബത്തിലൂടെ നമ്മളായിരിക്കുന്ന ചുറ്റുപാടിൽ നിറയുമ്പോഴാണ് ക്രിസ്തുവിന് യഥാർത്ഥമായിട്ട് സാക്ഷ്യം കൊടുക്കാൻ നമുക്ക് സാധിക്കുന്നത്. നമുക്കറിയാം, മദർ തെരേസ വലിയ ധ്യാന പ്രസംഗമൊന്നും നടത്തിയായിട്ട് നമുക്കറിയാം. ചെറിയ ചെറിയ ടോക്കുകളൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുള്ളതല്ലാതെ വലിയ ധ്യാന പ്രസംഗങ്ങളൊന്നും നടത്തിയിട്ടില്ല. പക്ഷേ മദർ ഒറ്റക്കാര്യം മാത്രമേ ചെയ്തുള്ളൂ. കൽക്കട്ട എന്ന് പറയുന്ന ആ സ്ഥലത്ത് നിന്നുകൊണ്ട് പാവപ്പെട്ടവരെ ചേർത്ത് പിടിച്ച്, മുറിവേറ്റവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ മുറിവിൽ മരുന്നും എണ്ണയും വെച്ച് കെട്ടി ആ മുറിവിൽ ചുംബിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ സ്നേഹം അവർക്ക് പകർന്നു കൊടുത്തു. അതുകൊണ്ടാണ് ഒരിക്കലൊരു മനുഷ്യൻ്റെ മുറിവ് വൃത്തിയാക്കി അമ്മ ആ മുറിവൊക്കെ വെച്ച് കെട്ടിയിട്ട് ആ മുറിവിൽ ചുംബിച്ചപ്പോൾ ആ മനുഷ്യൻ ചോദിച്ചു, അമ്മയുടെ ദൈവം ഏതാണ്? ആ ദൈവമാണ് ഇന്നു മുതൽ എൻ്റെയും ദൈവം. മദർ
മദർ അവിടെ ഒരു സുവിശേഷ പ്രഘോഷണവും നടത്തിയില്ല. മദർ അവനോട് നീ ക്രിസ്ത്യാനിയാകാൻ പറഞ്ഞില്ല, മറിച്ച് ഒറ്റ കാര്യം മാത്രം ചെയ്തു, ക്രിസ്തുവിൻ്റെ സ്നേഹം മദർ പകർന്നു കൊടുത്തു. അത് മാത്രമേ ചെയ്തുള്ളൂ. പ്രിയപ്പെട്ടവരെ, ഇതുതന്നെയായിരിക്കണം നമ്മുടെ ഓരോരുത്തരും വ്യക്തി ജീവിതത്തിലും കുടുംബജീവിതത്തിലും ഇടവക ജീവിതത്തിലും നടക്കേണ്ടത്. ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, എന്തെന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതല്ല ഞാൻ നിങ്ങളെ അറിയിച്ചു, നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു. നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനു വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു എന്ന് ക്രിസ്തു പറയുമ്പോൾ, ഈ പരിശുദ്ധ കുർബാനയിലൂടെ നമ്മൾ സ്വീകരിക്കുന്ന ക്രിസ്തുവിൻ്റെ സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നുള്ള വലിയൊരു കടമ നമ്മളിൽ ഓരോരുത്തരും നിക്ഷിപ്തമായിട്ടുണ്ട്. അത് നമ്മുടെ കടന്നു ചെല്ലുന്ന മേഖല ഏതുമായിക്കട്ടെ, ഒരുപക്ഷെ നമ്മുടെ കുടുംബമായിരിക്കാം, നമ്മുടെ സുഹൃത്തുക്കളുടെ വീടായിരിക്കാം, ഒരുപക്ഷെ നമ്മൾ നടന്നു പോകുന്ന വഴികളായിരിക്കാം. ആ പോകുന്ന വഴികളിലൊക്കെയും ക്രിസ്തുവിന് സാക്ഷ്യം കൊടുക്കുന്ന വ്യക്തികളായിട്ട് നമ്മൾ മാറാനായിട്ട് വിളിക്കപ്പെട്ടവരാണ്. ആ ഒരു വിളിയിലേക്കാണ് ആ ഒരു വിളിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. ആ വിളിയുടെ ചൈതന്യവും വിളിയുടെ ആഴവും മനസ്സിലാക്കിക്കൊണ്ട് ഈ പരിശുദ്ധ കുർബാന നമുക്ക് സംബന്ധിക്കാൻ പരിശ്രമിക്കാം. അതിനുവേണ്ട കൃപയ്ക്കായിട്ട് ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. സർവശക്തനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ.